सारे जहां से अच्छा हिंदुस्तान हमारा हमारा सारे जहां से अच्छा. നമസ്കാരം, ഞാൻ സഫ്ന ഫാത്തിമ. അലിമിയാൻ പബ്ലിക് സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പേരാണ് മാതംഗിനി ഹസ്രയുടേത്. സ്വാതന്ത്ര്യ സമരത്തിലെ സജീവ സാന്നിധ്യമായിരുന്ന അവർ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടെ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റാണ് മരിച്ചു വീണത്. മാതംഗിനിയുടെ ജന്മവർഷം എവിടെയും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. പശ്ചിമ ബംഗാളിലെ മിണ്ടാപൂരിലുള്ള ഒഗ്ല എന്ന ഗ്രാമത്തിലാണ് മാതംഗിനി ഹാസ്ര ജനിച്ചത്. ഒരു സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു ജനനം. അതുകൊണ്ട് തന്നെ കാര്യമായ വിദ്യാഭ്യാസം ഒന്നും അവർക്ക് ലഭിച്ചില്ല. നാട്ടുനടപ്പ് പ്രകാരം തന്റെ 18ാം വയസ്സിൽ ഒരു 62കാരനെ മാതംഗിനിക്ക് വിവാഹം ചെയ്യേണ്ടി വന്നു. 18ാം വയസ്സിൽ അവർ വിധവയായി. ഇതിനുശേഷമാണ് മാതംഗിനി സാമൂഹിക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഗാന്ധിയ ദൃശ്യങ്ങളിൽ ആകൃഷ്ടമായ മാതംഗിനി ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന പോരാട്ടങ്ങളെ കുറിച്ചും അറിഞ്ഞു. മിണ്ടാപൂരിലെ വനിതകൾ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നു. മാതംഗിനി വൈകാതെ അവരോടൊപ്പം സമര പരിപാടികളിലെ നിറസാന്നിധ്യമായി മാറി. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അവരെ ജയിൽ മോചിതയാക്കിയെങ്കിലും ആ ദുരനുഭവം മാതംഗിനിയുടെ പോരാളിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ചൗക്കിദാരി നികുതി നിർത്തലാക്കുന്നതിനുള്ള സമരത്തിലും വൈകാതെ അവർ പങ്കെടുത്തു. കോടതി മന്ദിരത്തിലേക്ക് മാർച്ച് നടത്തുന്നതിനിടെ വീണ്ടും അറസ്റ്റിലായി. ഇത്തവണ 6 മാസം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം മാതംഗിനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായി മാറി. 1933 സരാംപൂരിൽ നടന്ന കോൺഗ്രസിന്റെ സബ് ഡിവിഷണൽ സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്ന് പോലീസ് ലാത്തിചാർജ് ഉണ്ടായിരുന്നു. മാതംഗിനി അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ മാതംഗിനിക്ക് ഏകദേശം 70 വയസ്സിലേറെ പ്രായമുണ്ടായിരുന്നു. ഏതാണ്ട് 6000-ലധികം അനുയായികളെ നയിച്ചുകൊണ്ട് ആ വനിത ബ്രിട്ടീഷ് പട്ടാളത്തെ സധൈര്യം വെല്ലുവിളിച്ചു. മാതംഗിനിയുടെ കൂടെ സമരത്തിലെത്തിയവരിൽ അധികവും വനിതകളായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ത്യയിലെ കർഷകരെയും വീട്ടമ്മമാരെയും സാധാരണക്കാരെയും സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരത്തുക എന്ന ഗാന്ധിജിയുടെ ആർപ്പാട് അക്ഷരപ്രതി അവിടെ നടപ്പാക്കപ്പെട്ടു. 1942 സെപ്റ്റംബർ 29 ക്വിറ്റ് ഇന്ത്യ സമര പരിപാടിയുടെ ഭാഗമായി നടന്ന മാർച്ചിനിടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെട്ടുകൊണ്ടിരുന്ന സമരക്കാരെ ബ്രിട്ടീഷ് സേന തടഞ്ഞു. പോലീസിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് മാതംഗിനി സധൈര്യം മുന്നോട്ട് നീങ്ങി. ഇതിൽ പ്രകോപിതരായ ബ്രിട്ടീഷ് സേന സമരക്കാർക്കെതിരെ വെടിയുതിർത്തു. മുൻനിരയിൽ ഉണ്ടായിരുന്ന മാതംഗിനിക്കും വെടിയേറ്റു. ഒന്നിലേറെ തവണ വെടിയേറ്റ് പിടഞ്ഞു വീണപ്പോഴും ആ വലിയ വയോധിക ഉറക്കെ പറഞ്ഞത് വന്ദേ മാതരം എന്നായിരുന്നു. ജീവന്റെ അവസാന തുടുപ്പം തന്നിൽ നിന്ന് അകലും മുമ്പേ വലതു കൈയിൽ പിടിവിടാതെ മുറുക്കെ പിടിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയായിരുന്നു. നന്ദി, നമസ്കാരം.